തേക്കടി തടാകത്തിൽ കുളിക്കാനിറങ്ങിയ 17 വയസ്സുകാരനെ കാണാതായി. മന്നാഗുഡി സ്വദേശി അർജുനെയാണ് കാണാതായത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി ജോസിൽ ചേരുകയാണ്. ജോസിൽ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇപ്പോൾ തെരച്ചിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് സുഹൃത്തുക്കളോടൊപ്പം ഈ മന്നാക്കുടി സ്വദേശിയായ ഈ അർജുൻ കുളിക്കാൻ അവിടെ എത്തിയത്. അതിനുശേഷം ഈ സുഹൃത്തുക്കൾ ഈ അർജുനെ കാണാതായ വിവരം പറയാതെ, ആരെയും അറിയിക്കാതെ തിരികെ പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് രാവിലെയാണ് ഈ അർജുനെ കാണാനില്ല എന്നുള്ള വിവരം ഈ കൂട്ടുകാരടക്കം പറയുന്നത്. ഏതായാലും പോലീസ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ ഈ സംഭവം അറിഞ്ഞ് എത്തുന്നതോടുകൂടി ഈ സുഹൃത്തുക്കളെയും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഏതായാലും വ്യാപകമായ തെരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തമിഴ്നാട് ഷട്ടർ ഇന്നലെ വൈകുന്നേരമാണ് അർജുനെ കാണാതായതല്ലേ? ഇന്നലെ വൈകുന്നേരമാണ് കാണാതായത്. അതെ, ഇന്നലെ വൈകിട്ട് ഈ സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടെ കുളിക്കാൻ എത്തിയതാണ് ഈ അർജുൻ. ഈ മന്നാക്കുടി സ്വദേശി അരിയാന്റെ മകനാണ് അർജുൻ. എന്നാൽ ഈ അർജുൻ കാണാതായ വിവരം ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പറഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പോലീസ് ഈ സ്ഥലത്ത് എത്തി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കൂടി അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ജോസിൽ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ വിഷയത്തിൽ. കാരണം ഇന്നലെ വൈകുന്നേരം ഈ സംഭവം ഉണ്ടാകുന്നു. കൂടെ എത്തിയ ആളെ കാണാനില്ല എന്ന വിവരം അവർ മറച്ചു വച്ചത് എന്തുകൊണ്ടാണ് ഒരു ദിവസം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ? ഇനി ഭയന്നിട്ടാണോ? ഓക്കെ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണല്ലോ. തീർച്ചയായിട്ടും അത്തരം പരിശോധനകളെല്ലാം നടത്തേണ്ടത് പോലീസാണ്. പോലീസ് ഏതായാലും ഈ സുഹൃത്തുക്കളെ അവിടെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ രാവിലെയോടുകൂടിയാണ് ഈ കാണാതായ കുട്ടിയുടെ ബന്ധുക്കളടക്കം ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്ന. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സംഘർഷങ്ങളിലേക്കൊന്നും പോകാതിരിക്കാനാവണം. ഏതായാലും ആ കൂടെ ഇന്നലെ വൈകിട്ട് ഒരുമിച്ച് കുളിക്കാനെത്തി എന്ന് പറയുന്ന ഈ സുഹൃത്തുക്കളെ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് മാറ്റിയിട്ടുണ്ട്. ഈ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. ഈ തമിഴ്നാട് ഷട്ടറിനും ഈ തേക്കടി തടാകത്തിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് ഇവർ കുളിക്കാനിറങ്ങിയത്. എന്തെങ്കിലും ഒഴുകി വേറെ ഏതെങ്കിലും പ്രദേശത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനു, ശരി, തേക്കടി തടാകത്തിൽ കുളിക്കാനിറങ്ങിയ 17 വയസ്സുകാരനെ കാണാനില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറെ ഗൗരവതരമായ വിഷയമെന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഈ വിവരം ആരെയും അറിയിച്ചില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് വിശദമായ തെരച്ചിൽ ആ പ്രദേശത്ത് നടക്കുന്നു. വിവരങ്ങളാണ് ഇപ്പോൾ ജോസിൽ നൽകിയത്.